ഹായ് ഫ്രണ്ട്സ് ടൊരട്ടപ്പാ. എനിക്ക് കുറച്ച് അവരുടെ പേര് മറന്നു പോകും. ഹീറോയിന്മാരെ ചേട്ടൻ്റെ പേരും ചേച്ചിമാർ പേരും. നമുക്ക് സ്റ്റോറിക്ക് പോവാം. അതെ, ഹീറോ ഇപ്പം നമുക്ക് നോക്കാം. അതെ, നമ്മളെ കഥനായി എന്ത് ചെയ്യുന്നത്, തോട്ടത്തിൽ ഫ്ലവർ വരയ്ക്കായിരുന്നു. അപ്പോൾ പൂച്ച സൺസെറ്റോട് വന്നായിരുന്നു. 3 പൂച്ച വന്നായിരുന്നു. അതിൽ ഫസ്റ്റ് പൂച്ച പറയാൻ തുടങ്ങിയായിരുന്നു ഹീറോയ്ക്ക് പൂച്ച സംസാരിക്കുന്ന പവർ. അതുമാതിരി മനുഷ്യന്മാർക്ക് ഹെയറിങ് എല്ലാം ചെയ്യാൻ പറ്റും. അതുമാത്രം നമ്മൾ പൂച്ച വന്നിട്ട് പറയാൻ തുടങ്ങിയാനേ, എത്ര നേരമായി മിയാ തണ്ണി ഒഴിക്ക് ഫ്ലവർ വറുക്കാൻ, നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ എൻ്റെ ചേട്ടൻ ഇപ്പം വരും എന്ന് പറഞ്ഞു. അത് കേട്ടിപ്പോൾ ചേട്ടൻ വന്നിരുന്നു. എടീ സോപ്പ് റെഡിയോ? ഇല്ല ചേട്ടാ, സോപ്പ് റെഡി ആവണത്ര. ശരി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അതെ, മിയാൻ്റെ ചേട്ടന്മാർക്കും പവറും ഉണ്ട്. അതെ, ഫ്ലവേഴ്സ് പറഞ്ഞ അതിൽ ജാക്കൊക്കെ പറഞ്ഞ ഫ്ലവേഴ്സ് ഒരുപാട് സോപ്പ് ചെയ്യുന്നത് ജാക്കും ട്രെയിനിങ് പറയായിരുന്നു. അങ്ങനെ ജാക്ക് പറയായിരുന്നു, സോപ്പ് റെഡിയോ എന്ന് ജാക്സ് അല്ല, ഹീറോയിൻ്റെ ചേട്ടൻ മറപ്പേന്ന് പറയാം. ഫസ്റ്റ് ചേട്ടൻ പറയായിരുന്നു. 2 ചേട്ടന്മാർ വന്ന് പറയാൻ തുടങ്ങി, ഫ്ലവേഴ്സ് റെഡിയാണോ ഡി? ചേട്ടൻ റെഡിയാണോ? ഡാഡി പറയായിരുന്നു. ഇതിൽ ഹീറോയിൻ്റെ അച്ഛൻ പറഞ്ഞ ഹീറോയിൻ്റെ ഡാഡി ഡാഡീൻ്റെ ചേട്ടൻ ഒരു ഡോക്ടറാണ്. അത് ഹെൽത്ത് സോപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞതാ. അതുകൊണ്ട് ഫ്ലവർ പറിച്ച് മതിയാവില്ല, അച്ഛൻ ഇപ്പോൾ വടി എടുത്തോണ്ട് വരും എന്ന് മിയാനോട് വഴക്ക് പറയുന്നത്. മിയ മുറയ്ക്കായിരുന്നു. ചേട്ടാ, നിങ്ങൾ എപ്പോൾ ചേച്ചാ കല്യാണം കഴിക്കാൻ പോവാ എന്ന് പറയുന്നത്. 2 പേരെ ചേട്ടൻ്റെ വീട് പാടി പോയായിരുന്നു. എന്ത് മിയ ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾക്ക് പെണ്ണ് കിട്ടുന്നില്ലല്ലോ, എങ്ങനെ കല്യാണം കഴിക്കൂ മിയ എന്ന് രണ്ടാമത്തെ ചേട്ടൻ കരുതി പറയായിരുന്നു. മിയ ചിരിക്കായിരുന്നു. ചേട്ടന്മാർക്ക് പെണ്ണ് കിട്ടാതെ പ്രശ്നമാണോ ഇല്ല പെണ്ണിൻ്റെ പ്രശ്നമാണോ? എന്ത് പറഞ്ഞിട്ടും ഞങ്ങൾക്ക് ഒരു നാൾക്ക് ജോലി ഉണ്ടായിട്ട് ഞങ്ങൾക്ക് പെണ്ണ് കിട്ടുന്നില്ലല്ലോ മിയ എന്ന് പറയായിരുന്നു. അങ്ങനെ മിയക്ക് കിരിക്കുവരായിരുന്നു. മിയ പറയാൻ തുടങ്ങിയായിരുന്നു, ചേട്ടക്ക് ഗ്ലോബലില്ല. ഇവരോട് ചോദിച്ചു നോക്കൂ. ഒരു പക്ഷി വന്നായിരുന്നു, കിട്ടു കിട്ടു എന്ന് പറഞ്ഞു. ഒരു പക്ഷി. ആ പക്ഷിനെ കണ്ട് ഹീറോയിൻ്റെ ചേട്ടന്മാർക്ക് 2 പേരും വീട് ചെഞ്ച് ഫ്ലാഷ് ബാക്ക് ഓർക്കായിരുന്നു. അങ്ങനെയായിട്ട് അതെ, ഡേറ്റിംഗ് ചെയ്, ഈ പെണ്ണ് നല്ലുണ്ടോ എന്ന് അത് ബോയ് തത്തമ്മായിരുന്നു. ആ ഫോട്ടോത്തിൽ നിറയെ ഫോട്ടോസ് കണ്ട്. അതൊക്കെ തത്തമ്മക്കും പവറുണ്ട്. അത് ഫോട്ടോ കാട്ടിക്കൊണ്ട് ഇവരെ കല്യാണിക്കുക. അവരിത് നല്ലുണ്ടോ? ഈ ഫോട്ടോ കാട്ടിയ ഈ പെണ്ണിക്ക് കണ്ണ് പ്രശ്നമോ, ഈ പെണ്ണിക്ക് മൂക്ക് ശരിയില്ല എന്ന് ഇങ്ങനെ പറഞ്ഞ് ഇവരെ വെപ്പിയെത്താം. പോ, ഈ തത്തമ്മരോടൊന്നും പറയണ്ട. തത്തമ്മ ചിരിക്കായിരുന്നു. എന്ത് പറ്റി കിട്ടി? എന്ത് കിട്ടി അല്ലേ, കിട്ടി പറയാ. തത്തമ്മൻ്റെ പേര് ക്യൂട്ടി എന്ന പേര്. ക്യൂട്ടി, എന്ത് പറ്റി? എന്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവർക്ക് പെണ്ണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ തലയില അമ്മ കൊണ്ട് തരുന്നത് എന്ന് ക്യൂട്ടി പറയായിരുന്നു. നമ്മൾക്ക് എന്ത് പ്രശ്നം? വാ, നമുക്ക് ഫ്ലവർ നോക്കാം. ശരി എന്ന് പറഞ്ഞ് 2 തത്തമ്മും പൂച്ച പറയായിരുന്നു. ശരി, ഞങ്ങൾ വെളിയിൽ പോയിട്ട് കറങ്ങി വരാം എന്ന് 3 കാറ്റ് വെളിയിൽ പോയായിരുന്നു. അപ്പോൾ വെളിയിൽ വന്ന് നോക്കുമ്പോൾ കുറച്ച് ബോയ്സ് ഓടായിരുന്നു. അതെ, നമ്മൾ ഓട്ടിസായിരുന്നു, ബോയ്സ് ആയിരുന്നു. 3 പൂച്ചകൾ വെളിയിൽ വന്നായിരുന്നു. സമാധാനമായിട്ട് കാത്തുകൊള്ള എന്ന് പറഞ്ഞ് അപ്പം നോക്കുമ്പോൾ ബോയ്സിന് സൗണ്ട് കേട്ടു. ഇത് തന്നെ പൂച്ച നോക്കിയായിരുന്നു. അതിൽ ഫസ്റ്റ് ബ്ലാക്ക് ഹാറ്റിൻ്റെ പേര് കിറ്റി പറയായിരുന്നു. അതിലെ ലീഡറാണ് ബ്ലാക്ക് ഹാറ്റ്. കിറ്റി പറയായിരുന്നു, വാടാ സഹോദരന്മാരെ വാടാ. അവർ വരുന്ന കണ്ട് ഗേറ്റ് തുറന്ന് വെച്ച്. ശരി, അവർ ഓടി വന്ന് വീട്ടിലേക്കകത്ത് വരുന്നത്. അങ്ങനെ ഓടിയ ബോയ്സ് രക്ഷപ്പെട്ടു. കിറ്റി പറയായിരുന്നു, ഇവരെ ഞാൻ ശരിയാക്കാം എന്ന് പറഞ്ഞ് ചെക്കന്മാരെ നോക്കി. ഇവർ കാണാൻ ആൻസമായിട്ടുണ്ട്, ചന്തുണ്ട്. ഇവൾക്ക് മിയക്ക് ഇവരെ സൂട്ട് ചെയ്യാം. അങ്ങനെ മിയക്ക് ശരി, മിയൻ്റെ ഹസ്ബൻഡ് അയാൾക്ക് ഫ്യൂച്ചർ നോക്കാൻ പറ്റും, പവറുണ്ട്. മിയൻ്റെ ഹസ്ബൻഡ് ആരെ നോക്കി? മിയൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി. മിയൻ്റെ ഹസ്ബൻഡ് ഇവർ 7 പേർ പറയുമ്പോൾ മിയക്ക് തള്ളിടി വീണാനിക്കായിരുന്നു. മിയാവ് ഷോക്കായിരുന്നു. അയ്യോ, ഇത് അച്ഛനോട് പറയണമെന്ന് മിയാവ് ഓടിപ്പോയിരുന്നു. അതെ, മിയൻ്റെ അച്ഛനിക്കും ആ പവർ വന്നിട്ടുണ്ട്. അമ്മയ്ക്കും അച്ഛനിക്കും എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. അത് അവരും കഴിച്ചായിരുന്നു. അവർക്ക് പറഞ്ഞ് അതിൽ മിയാവ് പറഞ്ഞായിരുന്നു, ഇതിലേതല്ല കഴിച്ച
മിയ ഒരു കൊടുത്തായിരുന്നു. അതുകൂടെ മിയക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. മിയ ഒരു മെഡിസിൻ ഉണ്ടാക്കി അത് അവർക്ക് കൊടുത്തായിരുന്നു, ആനിമൽ സർജറിക്കിനെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. മിയ ഓടി വന്ന് പറയുന്നത്, ഓണറമ്മേ ഓണറമ്മേ എന്ത് പറ്റി? അമ്മ അമ്മ, അച്ഛ അച്ഛ എന്ന് പറയാം. 3 പേരുണ്ട്. അച്ഛ അച്ഛ എന്ന് പറയും. എന്ത് പറ്റി മിയ കിട്ടി? ഏ നമ്മളെ മിയാൻ്റെ പാർട്ട്ണർ ഞാൻ കണ്ടുപിടിച്ചു. ഇത് കേട്ട് ഷോക്കായിരുന്നു. കണ്ടുപിടിച്ചു അതൊക്കെ എന്താക്കണോ? മിയക്ക് പാർട്ട്ണർ ഒരാളല്ല 7 പേരാ എന്ന് പറ. ഇതിൽ അച്ഛൻ പത്രം വായിച്ച് ചായ കുടിച്ചായിരുന്നു, തുപ്പിയായിരുന്നു. അമ്മ കിച്ചണിലെ ടോമട്ട താഴെ വീണായിരുന്നു. എന്താ നീ പറഞ്ഞത്? അതെ അതെ ഞാൻ നോക്കിയായിരുന്നു. നിങ്ങൾ നോക്കൂ എന്ന് ബോളുണ്ടായി. മിയക്കൊരു ബോളുണ്ടായി. അതിൽ ഫ്യൂച്ചർ നോക്കാൻ പറ്റൂ. ഏ ഇവരാണോ? അതെ അതെ ഇവരെ പാർട്ട്ണർ ഇവരാണ്. അതുകൊണ്ട് ഇപ്പം എന്താ ചെയ്യുക? ഇപ്പം ഒന്നും പ്രശ്നമില്ല. ഇവരൊക്കെ എങ്ങനെ സാട്ടാന്ന് നമുക്ക് നോക്കാം. എന്നാൽ വീട്ടിലൊക്കെ പോകാന്നായിരുന്നു. എന്താ ആറും അവർ പോയോ? എല്ലാത്തെ കാണുന്ന ഈ ജങ്കൂക്കിന് ഈ 3 പേരെ വെച്ച് എന്ത് ചെയ്യാം? 3 പേര് പാവമായിട്ട് അങ്ങനെ പറയാം. ജിമ്മിന് പറയുന്നു, ഇല്ലല്ലേ വീണ ജങ്കുക്കിന് ചെറിയ ഞാൻ വെളിയിൽ പോയാ അങ്ങനെയല്ല. ജങ്കുക്ക് പറയാം എല്ലാത്തെ കാരണം ജിമ്മീനാണെന്ന് ജങ്കുക്ക് കഴിഞ്ഞിട്ട് പറയായിരുന്നു. ശരി ഇപ്പം വേറെ ഇല്ല, അകത്ത് പോവാം. ഇങ്ങനെ അകത്ത് വന്ന് നോക്കുമ്പോൾ ഹീറോയിനെ കണ്ട് സോപ്പ് നല്ല മണം വരാം. അങ്ങനെ 7 പേർ വന്ന് ഹീറോയിനെ നോക്കി. ഫസ്റ്റ് ലൈറ്റ് നോക്കി അവർ ഫ്ലാറ്റായി. അതെ ഹീറോയിനെ കണ്ട് അവർക്ക് പിടിച്ച് മനസ്സുള്ള ബട്ടർഫ്ലൈ പാർക്കിന് പോലെ ഫീലിങ്സ് വന്നായിരുന്നു. ഹായ് ഗേൾ എന്ന് പറയായിരുന്നു. അത് ജിമിൻ വിളിച്ചായിരുന്നു. ഹീറോയെ തിരിഞ്ഞു നോക്കി. എന്താ ആരാ കേട്ടായിരുന്നു. അതിൻ്റെ മാസ്ക് കുറിയായിരുന്നു. ഹീറോയുടെ കണ്ണ് വറുത്തായി. എന്താ ഇവർ OT7 പീറ്റേഴ്സ് നമ്പറല്ലോ. ഇവർക്ക് വേണ്ടിയിട്ടല്ല ടിക്കറ്റ് ബുക്ക് ആക്കിയിട്ട് അച്ഛനോടെല്ലാം മേങ്ങിയിട്ട് ഇവരെ കാണാൻ പോകാന്നല്ലേ നിരിച്ചു പോയത് ഞാൻ. അയ്യോ അയ്യോ ഇവരെന്താ ഇവിടെ ചെയ്തത്? ആ നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? എല്ലാ വർഷവും അവർക്ക് അപ്പം നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? അറിയൂ, എനിക്ക് കോളേജിൽ വിസിയം കൊണ്ട് നിങ്ങളെ കാണാൻ പറ്റില്ലായിരുന്നു. ഞാൻ പഠിക്കാൻ വേണ്ടി വലിയ നാട്ടിൽ പോയിരുന്നു, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അതൊക്കെ ടിക്കറ്റ് ഓൾറെഡി ബുക്കായിരുന്നു. അങ്ങനെയായിട്ട് പറയായിരുന്നു. OT7 എനിക്ക് നിങ്ങൾ അറിയൂ എന്ന് പറയുന്നത്. ഹീറോയി പറയുന്നത് എനിക്ക് നിങ്ങൾ 7 പേരെ പിടിക്കൂ. അപ്പോൾ 7 പേര് പാട്ട് പാടുന്ന ഒരു ഫീലിങ്സ് വന്നായിരുന്നു. എനിക്ക് പിടിക്കോ? എനിക്ക് തന്നെ പിടിച്ച് 7 പേര് മനസ്സുള്ള എനിക്കറിയായിരുന്നു.